എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് അഥവാ ഇ.ഐ.എ 2020 നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ നാട്ടിൽ ഒരു ഫാക്ടറി വരുന്നു. മണ്ണും ജലവും മലിനമാക്കുന്ന ഈ പ്ലാന്റിനെതിരെ നിങ്ങൾ പരാതിപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇ.ഐ.എ 2020 അനുസരിച്ച് പരാതിപ്പെടാനോ മറുപടി തേടാനോ നിങ്ങൾക്ക് അവകാശമില്ലെന്ന് അധികൃതർ നിങ്ങളെ അറിയിക്കുന്നു. ഇതുകൂടാതെ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റ് തുടങ്ങാൻ മുൻകൂർ പാരിസ്ഥിതിക അനുമതി പോലും വേണ്ടെന്നറിയുമ്പോഴാണ് ഈ മാർഗനിർദ്ദേശങ്ങളുടെ ആഘാതം നിങ്ങൾക്ക് ബോധ്യമാകുന്നത്. ഇന്ത്യയിൽ 1976-77 കാലഘട്ടത്തിൽ ആസൂത്രണ കമ്മീഷനാണ് ആദ്യമായി അണക്കെട്ടുകളുടെയും മറ്റും നിർമ്മാണം കൊണ്ടുണ്ടാകുന്ന പരിസ്ഥിതി നാശം പഠിക്കേണ്ടതുണ്ടെന്ന് ശുപാർശ ചെയ്തത്. ഭോപ്പാൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് വ്യാവസായിക സ്ഥാപനങ്ങളും ഫാക്ടറികളും സൃഷ്ടിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് ഇന്ത്യൻ സർക്കാരും സമൂഹവും ബോധവാന്മാരാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലുണ്ടായ 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആയിരുന്നു ഇത്തരത്തിലുള്ള ആദ്യത്തെ നിയമനിർമ്മാണം. 1994 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇത് പരിഷ്കരിച്ച് ഇ.ഐ.എ സംവിധാനം ആവിഷ്കരിച്ചു. അതുവരെ പൂർണ്ണമായും ഭരണ നിയന്ത്രണത്തിലായിരുന്ന ഈ സംവിധാനത്തിന് നിയമപരിരക്ഷ ലഭിച്ചത് 1994 പിന്നീട് 2006 നിലവിലുള്ള ഇ.ഐ.എ വിജ്ഞാപനം പുറത്തിറക്കി. ഇതുപ്രകാരം ഖനനം, ജലസേചന അണക്കെട്ടുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, മാലിന്യ സംസ്കരണശാലകൾ എന്നിവയുടെ പ്രവർത്തനത്തിനും വിപുലീകരണത്തിനും ആധുനികവൽക്കരണത്തിനും വിദഗ്ധ സമിതിയുടെ അനുവാദം വേണം. 30 ദിവസം വരെ പ്രാദേശിക സമൂഹത്തിനും താൽപ്പര്യമുള്ള മറ്റുള്ളവർക്കും അഭിപ്രായം നൽകാനും എതിർപ്പുകൾ ഉന്നയിക്കാനും പൊതുവായിട്ടുള്ള ഹിയറിംഗിനും അവസരം നൽകുന്നുണ്ട്. 2020 പരിഷ്കരണത്തിലൂടെ നിലവിലെ വ്യവസ്ഥയിൽ നിർണായക മാറ്റങ്ങൾ നടപ്പാക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. ഇ.ഐ.എ 2020 എന്താണ് കുഴപ്പം? കഴിഞ്ഞ മാർച്ചിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഇ.ഐ.എ 2020 കരട് വിജ്ഞാപനത്തിനെതിരെ പരിസ്ഥിതി പ്രവർത്തകരടക്കമുള്ളവർ കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വിജ്ഞാപനം വിമർശിക്കപ്പെടുന്നത്? മുൻകൂർ അനുമതി വേണ്ട വ്യവസായങ്ങളുടെ പട്ടികയിൽ നിന്ന് 70ഓളം മേഖലകളെ നീക്കിയതാണ് ഈ വിജ്ഞാപനത്തിലെ പ്രധാന മാറ്റങ്ങളിലൊന്ന്. കൽക്കരി, ധാതുഖനനം, സൗരോർജ പ്ലാന്റുകൾ, വ്യാവസായിക സ്ഥാപനങ്ങൾ, പാറമടകൾ, റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റും ഇനി മുൻകൂർ അനുമതി വേണ്ട. ചുരുക്കി പറഞ്ഞാൽ മുൻകൂർ പാരിസ്ഥിതിക അനുമതി ഒന്നുമില്ലാതെ മലയോര മേഖലകളിലും ആദിവാസി മേഖലകളിലുമൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താം, ഡാമുകൾ പണിയാം, രാസ സംസ്കരണശാലകൾ ആരംഭിക്കാം. വിശാഖപട്ടണത്തുണ്ടായ വാതക ചോർച്ച നമ്മൾ ഓർക്കുന്നുണ്ട്. ഇ.ഐ.എ പ്രകാരം മുൻകൂർ അനുമതി ഇല്ലാത്ത കമ്പനിയാണ് അന്ന് ഒട്ടേറെ പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തകാരിയായത്. നിയമലംഘനം, ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ സംബന്ധിച്ച പൊതുജന റിപ്പോർട്ടിംഗ് പുതിയ കരടനുസരിച്ച് ഒഴിവാക്കുന്നു. ഇതനുസരിച്ച് പദ്ധതികൾ നടപ്പാക്കുന്നതിന് മുമ്പായി പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായുന്ന സംവിധാനവും നിർത്തലാക്കും. ഇനി പദ്ധതി പരാജയപ്പെട്ടാലും മലിനീകരണ നിയന്ത്രണം നടപ്പാക്കാതിരുന്നാലും ഒന്നും ജനങ്ങൾക്ക് ഇടപെടാനാകില്ല. പൊതു ഹിയറിംഗിനായുള്ള അറിയിപ്പ് കാലയളവ് 30 ദിവസത്തിൽ നിന്നും 20 ദിവസമായി കുറച്ചതാണ് മറ്റൊരു വലിയ പ്രശ്നം. പാരിസ്ഥിതിക ആഘാതങ്ങൾ വിശദമായി പഠിച്ച് റിപ്പോർട്ടുണ്ടാക്കുന്നതിനെ ഇത് ബാധിക്കും. പ്രത്യേകിച്ചും പ്രാദേശിക ഭാഷകളിൽ ഇത് ലഭ്യമാക്കാത്ത സാഹചര്യത്തിൽ. നിലവിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമാണ് കരട് വിജ്ഞാപനം ലഭ്യമായിട്ടുള്ളത്. പ്രാദേശിക സമൂഹങ്ങൾക്കായി മറ്റ് ഇന്ത്യൻ ഭാഷകളിലും കൂടി ഇവ ലഭ്യമാക്കണമെന്ന് മദ്രാസ്, കർണാടക ഹൈക്കോടതികൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓഗസ്റ്റ് 11 വരെയാണ് പുതിയ കരട് വിജ്ഞാപനത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ പൊതുജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള സമയം. വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിലാസത്തിലേക്ക് ഇമെയിലായാണ് അഭിപ്രായങ്ങൾ അറിയിക്കേണ്ടത്. കൊറോണ കാലത്ത് ഇത്തരമൊരു സുപ്രധാന സംവിധാനത്തെ
തിരക്കുപിടിച്ച് പരിഷ്കരിക്കുന്നതിനെതിരെയും എതിർപ്പുകൾ ഉയരുന്നുണ്ട്. വർഷങ്ങളായി രാജ്യത്തുള്ള പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളെ ദുർബലപ്പെടുത്തുന്നുവെന്നും മണ്ണും ജലവും ജീവനും അപകടത്തിലാക്കുന്നുവെന്നും ആരോപണമുയർന്നിട്ടുള്ള പുതിയ രേഖയെ മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള സമയം ഇനിയും വൈകിയിട്ടില്ല.